ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് മാരുതി എർട്ടിഗയാണ് വണ്ടി. അപ്പോൾ ഇതിന്റെ ബാക്കിലെ ലൈനർ നമുക്ക് എങ്ങനെ മാറാമെന്ന് നോക്കാം. ഇത് ഓൾറെഡി ഇതിന്റെ നമ്മൾ ആ സൈഡിലെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറിയാണ്. അപ്പോൾ ലൈനറും കാര്യങ്ങളൊക്കെ ആ സൈഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ ലൈനർ ഓൾറെഡി ബ്ലേഡ് പോലെ ഇരിക്കുകയാണ്. അതപ്പോൾ എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന്റെ ലൈനർ മാറാനായിട്ട് ആദ്യം നമുക്ക് അഴിക്കേണ്ടത് ഈ ഒരു രണ്ട് ലോക്കാണ് അഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്യുക, തിരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അത് അഴിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഇതിന്റെ ലോക്ക് വരുന്നത്. അതേപോലെ രണ്ട് സൈഡിലെ ലോക്ക് അഴിച്ചെടുക്കുക. നമ്മളിപ്പോൾ അയച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ലോക്ക് വരുന്നത് ഇത് ഇങ്ങനെയാണ്, ഇത് പ്രസ്സായിട്ട് നിൽക്കുന്നത്. ഇതിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഈ ഹോളിൽ കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ജസ്റ്റ് വലിച്ച് ഈ ലൈനറിനെ ബാക്കിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ സ്പ്രിങ് നമുക്ക് വെടിയിക്കാനായിട്ട് സാധിക്കും. ഈ സ്പ്രിങ് വെടിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്കൂടെ ലൈനറിന്റെ ഈ സൈഡിലെ ഇടയ്ക്കൂടെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കണക്ഷനാണ് പിടിക്കേണ്ടത്. അപ്പോൾ ജസ്റ്റ് സ്പ്രിങ്ങിനെ പ്രസ് ചെയ്യുക, മുകളിലോട്ട് വലിച്ചെടുക്കുക. വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഊരിയെടുക്കേണ്ടത് ഇതിന്റെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഊരിയെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് വലിക്കുക. ജസ്റ്റ് ഇതിനെ ഇങ്ങനെ വലിച്ച് സൈഡിലോട്ട് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലൈനർ സിമ്പിളായിട്ട് ഈ ലോക്കിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് ഊരിയെടുക്കാം. കഴിഞ്ഞിട്ട് ഈ സ്പ്രിങ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് ഊരേണ്ടത്. ഇത് നമുക്ക് ഈ ഒരു സ്പ്രിങ് ആണ് ഊരേണ്ടത്. ഈ സ്പ്രിങ് ഊരാൻ സിമ്പിൾ തന്നെയാണ്. ഇതിനെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചിട്ട് മുകളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്പിളായിട്ട് ഊരിയെടുക്കാം. ഈ ലോക്ക്, ഈ ഒരു സ്പ്രിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ ലോക്ക് വരുന്നത് നമുക്ക് ചരിച്ചിട്ടാണ് ഇത് ഊരി എടുക്കുന്നത്. അതായത് ഇങ്ങനെ കൊളുത്തിയിട്ടേക്കുന്ന ലോക്കാണ് ഇതിന് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഭാഗങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ലൈനർ പുതിയത് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ പുതിയ ലൈനർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓട്ടോ അഡ്ജസ്റ്റർ, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് ഇതിന്റെ ഓട്ടോ അഡ്ജസ്റ്റർ വരുന്നത്. ഇത് നമ്മളിങ്ങനെ ബാക്കിലോട്ട് പോകുന്തോറും ബ്രേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതിനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് സ്റ്റക്കാണോ എന്നാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്റ്റക്കാണോ നോക്കാൻ ഇത് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് വരണം. നമ്മളിപ്പോൾ WD ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ ഫ്രീ ആക്കി എടുത്താണ്. ഇതിങ്ങനെ ഫ്രീ ആണെങ്കിൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നത് നേരെ ജസ്റ്റ് ബാക്കിലോട്ട് തള്ളിയിട്ട് നമ്മൾ ഈ ഒരു ആംഗിളിലാണ് ഇപ്പോൾ ഫിറ്റ് ചെയ്യുന്നത്. ഇനി ബ്രേക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൂട്ടാം, കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നേരെ താഴോട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കുറയ്ക്കാനായിട്ട് സിമ്പിളായിട്ട് സാധിക്കും. ഇത് ഇങ്ങോട്ട് കൂട്ടും, ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈനർ സെറ്റ് ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ ഹാൻഡ് ബ്രേക്കിന്റെ കേബിളാണ് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് ബ്രേക്കിന്റെ കേബിൾ നമ്മളിപ്പോൾ കയറ്റിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഹാൻഡ് ബ്രേക്കിന്റെ ഭാഗത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്പ്രിങ് ആണ് ഈ അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നത്. ആ സ്പ്രിങ് കറക്റ്റ് ഈ ഹോളിൽ ഇങ്ങനെ കയറ്റിയിട്ടതിന് ശേഷം ഇതാണ് ഇതിന്റെ വെട്ട് വരുന്നത്. ഈ വെട്ടിലോട്ട് കയറ്റിയിടുക. ഈ വെട്ടിലോട്ട് കയറ്റിയിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ലോക്കിന്റെ ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് നിൽക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ സ്പ്രിങ് ആണ്. അതായത് ഈ സ്പ്രിങ് ആണ് നമുക്ക് വേണ്ടത്. ഈ സ്പ്രിങ് ഇടാനായിട്ട് ജസ്റ്റ് ഇതിനെ ഈ ഹോളിൽ ഹുക്ക് ചെയ്യുക. അതിനുശേഷം ഈ ലൈനറിന്റെ ഈ ഹോളിൽ, ഈ വലിയ ഹോളിൽ ഹുക്ക് ചെയ്യുക. ഓക്കെ, ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ ഈ ലോക്കിലോട്ട് നമുക്ക് കയറ്റിയിടാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇത് കയറ്റിയിട്ടിട്ടുണ്ട്. കയറ്റിയിട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് കയറ്റിവിടുക. ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ കറക്റ്റായിട്ട് ഇതിന്റെ ബാക്കിലോട്ട് എടുത്തിട്ട് ഈ സിലിണ്ടറിന്റെ ഭാഗത്ത് കൊണ്ടുവരിക. സിലിണ്ടറിന്റെ ഭാഗത്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ സിലിണ്ടർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതിലോട്ട് കയറ്റിവിടുക. ഇപ്പോൾ രണ്ട് സിലിണ്ടറിന്റെ ഭാഗത്തും വീണിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ഒരു ലോക്കാണ് ഫസ്റ്റ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ബാക്കിൽ കറക്റ്റായിട്ട് തന്നെ ഇത് ബാക്കിലാണോ കയറി കിടക്കുന്നത് നോക്കുക. അതിനുശേഷം ഇവിടുന്ന് ലോക്ക് ഇടുക. അതിനുശേഷം ഈ ലോക്ക് നമ്മളിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്യുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്
പ്രസ് ചെയ്തിട്ട് തിരിക്കുക. തിരിക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ലോക്കിൽ കിടപ്പുണ്ട്. ലോക്ക് ചെയ്തതിന് ശേഷം ഇത് താഴോട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് സിലിണ്ടറിലാണോ കയറി കിടക്കുന്നത് നോക്കുക, കറക്റ്റ് സിലിണ്ടറിന്റെ വെട്ടിലാണോ നോക്കുക. ഇവിടെയും അതേപോലെ തന്നെ സിലിണ്ടറിന്റെ വെട്ടിലാണോ എന്ന് കയറി കിടക്കുന്നത് നോക്കുക. അതിനുശേഷം ഈ സ്പ്രിംഗ് ആണ് നമുക്ക് വേണ്ടത്. ഈ സ്പ്രിംഗ് ജസ്റ്റ് ഇതിൽ ഹുക്ക് ചെയ്യുക, ഈ വലിയ ഹോളിൽ ഹുക്ക് ചെയ്യുക. അപ്പം നമ്മളിതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് വലിച്ചിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ വലിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് കറക്റ്റായിട്ട് തിക്കി കഴിഞ്ഞാൽ ഈ ഒരു വെട്ടില് കറക്റ്റായിട്ട് കയറി വീഴണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇടേണ്ടത് ഈ ബാക്കിലെ ലോക്കാണ് ഇടേണ്ടത്. ജസ്റ്റ് ബാക്കിൽ ലോക്ക് കയറ്റിയിടുക. അതിനുശേഷം ഈ പ്ലേറ്റ് ലോക്ക് കറക്റ്റ് സെൻറ്റർ ചെയ്തിട്ട് ഈ പ്ലേറ്റ് ലോക്ക് കയറ്റിയിടുക. കയറ്റിയിട്ടതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ ഇട്ട് കറക്റ്റായിട്ട് തിരിക്കുക. തിരിച്ചിട്ട് ഇപ്പോഴും ലോക്കിൽ കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ബ്രേക്കാണ്. അപ്പോൾ ഹബ്ബ് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ ബ്രേക്ക് എത്രത്തോളം ലൂസും കാര്യങ്ങളും ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്പ്രിങ് കയറ്റി ഇടുമ്പോൾ ഈ സ്പ്രിങ് കറക്റ്റിലാണോ കയറി കിടക്കുന്നത്, ഇവിടെ കറക്റ്റ് ആണോ, ഇവിടെ കറക്റ്റ് ആണോ, ഇവിടെ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ ഇതിന്റെ ബാക്കിലും കറക്റ്റ് ആണോ നോക്കുക, ഇതിന്റെ സെന്ററും കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഡ്രമ്മും കാര്യങ്ങളൊക്കെ കറക്റ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ അഡ്ജസ്റ്റ് ചെയ്ത അതേ ഒരു പാതി തന്നെയാണ് ഇപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രമ്മ് കയറ്റിയിടാം. ഡ്രമ്മ് കയറ്റിയിടുമ്പോൾ ശകലം ഒരു ഫ്രീ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഈ ലിവറിൽ ജസ്റ്റ് ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒരു ത്രെഡ് നമുക്കൊന്ന് കയറ്റാം. അപ്പോൾ ഒരു ത്രെഡ് കയറ്റിയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഇപ്പോഴും ഫ്രീ ആണ്. അപ്പോൾ ഒന്നുകൂടെ കയറ്റാം. ഇതിൽ തള്ളുക, ബാക്കിലോട്ട് വലിക്കുക. അതായത് ഈ ഒരു ഭാഗം പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ലൈനർ എക്സ്പാൻഡ് ആയിട്ട് വരും. ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു ശകലം കൂടുതലാണ്. ഇപ്പോൾ ശകലം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. കുറയ്ക്കാനായിട്ട് തള്ളിയിട്ട് ബാക്കിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതും ഒരു ശകലം കൂടുതലാണ്. ഒരു ത്രെഡ് കൂടെ നമുക്ക് കുറയ്ക്കാം. ഇനി നമുക്ക് നോക്കാം. ഇപ്പോഴും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ത്രെഡ് കൂടെ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളുന്ന സമയത്ത് കറക്റ്റ് നമുക്ക് ഒരു ത്രെഡ് കിട്ടത്തില്ല. ചിലപ്പോൾ അത് കുറച്ചുകൂടെ അകത്തോട്ടങ്ങ് പോവും. ഇതിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അകത്തോട്ട് പോയി. നമുക്ക് അത്രയും വേണ്ട. ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ആ ലൈനർ പറയുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. വീല് ഫ്രീ ആവാം. ഇനി നമുക്ക് വീൽ ഇട്ടിട്ട് അത് ഫ്രീ നല്ല റൊട്ടേഷനിൽ കറങ്ങുന്നുണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിപ്പോൾ വീൽ ഇട്ടിട്ടുണ്ട്. വീല് കറക്കുമ്പോൾ നല്ല ഫ്രീയിലാണ് വീല് കറങ്ങുന്നത്. ഈ ഒരു ഫ്രീ വേണം. എന്നാൽ ഒത്തിരി ഫ്രീ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെഡൽ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ആദ്യം ഇടുമ്പോഴും ഒത്തിരി അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പെട്ടെന്ന് പെഡൽ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെഡൽ കുറവുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാരുതി സുസുക്കി എർട്ടിഗയുടെ ബാക്കിലത്തെ ലൈനർ അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ എങ്ങനെയാണ് മാറുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.